മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഏറെ ഞെട്ടലോടെ ഹൃദയവേദനയോടൊക്കെ നമ്മൾ കേട്ട വാർത്തയാണ് എറണാകുളം ആലുവയിൽ 3 വയസ്സുകാരി കല്യാണിയുടെ മരണം. അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു പോലീസ്. അത് ആസൂത്രിതമായി തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുഞ്ഞിനെ കൊല്ലാനായി സന്ധ്യ ആലുവ മണപ്പുറത്തും എത്തിയിരുന്നു. സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചോദ്യം ചെയ്തതോടെ അവിടെ നിന്നും മടങ്ങി. പിന്നീട് മൂഴിക്കുളത്തെത്തി കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്ന പരാതികളും വിശദമായി അന്വേഷിക്കും. നിതിൻ സേവിയർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു ഇമ്പൾസീവായ തീരുമാനമല്ല, അങ്ങനെ ഒരു ആസൂത്രണം തന്നെ അമ്മ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നും കല്യാണിയെ താഴേക്കെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപ് തിരുവാങ്കുളത്ത് നിന്നും ബസ്സിൽ കയറി ആലുവയിലെത്തിയ സന്ധ്യ കുട്ടിയുമായി ആലുവ തീരത്ത് വന്നിരുന്നു എന്നാണ് പോലീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സാധൂകരിക്കുന്ന മൊഴികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിന് നൽകിയിട്ടുണ്ട്. അതായത് കുട്ടിയും അമ്മയും ഏറെ നേരം ഇവിടെ ചുറ്റിത്തിരിയുന്നത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ ചിലർ ഇവരോട് എന്താണ് കാര്യമെന്ന് തിരക്കുകയും പിന്നീട് മറ്റു ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കൂടി അങ്ങോട്ട് വരികയും ചെയ്തു. പിന്നീട് അതിനുശേഷം അവർ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, കൃത്യമായി ആസൂത്രണം ചെയ്ത് തന്നെയാണ്, മകളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സന്ധ്യ വന്നത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്ത സന്ധ്യ നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണുള്ളത്. നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനു മുമ്പ് തന്നെ ബന്ധുക്കളുടെയും ഭർത്താവിന്റെയും മൊഴി ഇന്ന് രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതായത് ഇവർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ, നേരത്തെ പല പരാതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, കുട്ടികളെ കൊല്ലാൻ നേരത്തെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ബന്ധുക്കളുടെയും ഭർത്താവിന്റെയും മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നേരത്തെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കുട്ടികളെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതി വന്നിരുന്നു. ടോർച്ച് ലൈറ്റ് കൊണ്ട് കുട്ടികളെ മർദ്ദിച്ചിരുന്നു എന്ന പരാതി വന്നിരുന്നു. അത്തരം പരാതികൾ അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ഭർത്താവുമായി നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. പക്ഷേ ഇവരുടെ മാനസിക നില സംബന്ധിച്ച് പരിശോധന നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് SP തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് നിലവിൽ അങ്ങനെ ഒരു സൂചന പോലീസിനില്ല, എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളതായി പോലീസിന് തോന്നിയിട്ടില്ല. യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ഒരു തരത്തിലുള്ള കുറ്റബോധം പ്രതിക്കില്ല എന്ന് സൂപ്രണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കൊലപ്പെടുത്തിയോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് കൊന്നു എന്നൊരു ഒറ്റ ഉത്തരമാണ് അവർ പറയുന്നത്. മറ്റ് മറുപടികളൊന്നും പറയുന്നില്ല. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വിട്ടു പറയുന്നില്ല. എന്തിനാണ് കുട്ടിയെ കൊന്ന അടക്കമുള്ള മോട്ടീവ് ഇതുവരെയും പോലീസിന് വ്യക്തമായിട്ടില്ല. അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം എന്തുകൊണ്ട് കുട്ടിയെ കൊന്നു എന്ന കാര്യങ്ങളടക്കം അറിയാൻ സാധിക്കുകയുള്ളൂ പോലീസിന്. ഏതായാലും അപ്പോൾ ഇന്ന് ബന്ധുക്കളുടെയും ഭർത്താവിൻ്റെയും മൊഴിയെടുത്ത ശേഷം നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്കും കൊണ്ടുപോകും. ഒപ്പം തന്നെ ഈ ഭർത്തൃ വീട്ടിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ സന്ധിക്കുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.